ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വെയിറ്റ് ലോസിന് ആവശ്യമായിട്ടുള്ള ഗ്രോസറി ഐറ്റംസ് ആണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കാണിക്കുന്നത് നമ്മുടെ റാഗിപ്പൊടിയാണ്. അപ്പോൾ ഈ റാഗിപ്പൊടി വെച്ചിട്ട് തന്നെ നമുക്ക് ഒരുപാട് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ആയാലും ലഞ്ചിനായാലും ഡിന്നറിലായാലും നമുക്ക് ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് വെയിറ്റ് ലോസ് റെസിപ്പീസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് നമ്മുടെ റാഗി. മസ്റ്റായിട്ട് നമ്മളുടെ വെയിറ്റ് ലോസിൽ ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ് റാഗി. അപ്പോൾ ഞാനിവിടെ പൊടിയായിട്ട് ഉപയോഗിക്കാറുണ്ട്, മുഴുവനുള്ള റാഗി ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇത് രണ്ടും പൊടിയായിട്ടുള്ളതും മുഴുവനുള്ള റാഗിയും രണ്ടും നമ്മുടെ കയ്യിൽ എപ്പോഴും നമ്മളെ വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്റ്റോക്ക് ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യം നമ്മുടെ ചെറുപയറാണ്. ഈ ചെറുപയർ വെച്ചിട്ടും നമുക്ക് ഒരുപാട് റെസിപ്പീസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതായത് ഒരേ റെസിപ്പി തന്നെ നമുക്ക് കഴിക്കുമ്പോൾ മടുപ്പ് വരും. അതുകൊണ്ട് തന്നെ നമ്മളുടെ ചാനലിൽ നമ്മൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരുപാട് റെസിപ്പീസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ട്രൈ ചെയ്തിട്ട് എനിക്ക് സക്സസ് ആയി തോന്നിയിട്ടുള്ള റെസിപ്പീസും ടേസ്റ്റ് വൈസ് ഓക്കെ എന്നുള്ള റെസിപ്പീസാണ് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ആവശ്യം എന്താണ്, സൂചി ഗോതമ്പ്. ഈ സൂചി ഗോതമ്പ് വെച്ചിട്ടും നമുക്ക് ഒരുപാട് റെസിപ്പീസ് ഉണ്ടാക്കാനും പറ്റും. ഇതും നമ്മളെ വെയിറ്റ് ലോസിന് ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ് കേട്ടോ. പിന്നെ നമുക്ക് മുഴുവനുള്ള ഗോതമ്പ്, അതായത് പാക്കറ്റ് പൗഡർ അല്ല, മുഴുവനുള്ള ഗോതമ്പ് വാങ്ങിച്ചിട്ട് അത് പൊടിപ്പിച്ചിട്ട് കഴിക്കുന്നത് അതും നല്ലത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ 2 ചപ്പാത്തി അങ്ങനത്തെ ആ ഗോതമ്പ് വെച്ച് പൊടിപ്പിച്ചിട്ട് 2 ചപ്പാത്തി ഒരു കഷ്ണം പുട്ടൊക്കെ ആണെങ്കിൽ ഓക്കെയാണ്. അപ്പോൾ അങ്ങനത്തെ പൊടി ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക, പാക്കറ്റ് പൗഡർ യൂസ് ചെയ്യാതിരിക്കുക കേട്ടോ വെയിറ്റ് ലോസിൻ്റെ സമയത്ത്. പിന്നെ നമുക്ക് ആവശ്യം ഈ മസൂർ ദാലാണ്. അപ്പോൾ ഇതും നല്ല പ്രോട്ടീൻ റിച്ച് എന്നുള്ള സംഭവം തന്നെയാണ്. ഇതും നമ്മളുടെ വെയിറ്റ് ലോസിൽ മസ്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. ഇത് നമുക്കും ഒരുപാട് നമുക്ക് റെസിപ്പീസായിട്ടും നമുക്ക് ചെയ്യാം, കറികളായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പിന്നെ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒന്നാണ് മുതിര. ഈ മുതിര വളരെ വെയിറ്റ് ലോസിന് വളരെ എഫക്റ്റീവ് പറഞ്ഞാൽ ഭയങ്കര എഫക്റ്റീവായിട്ടുള്ള ഒരു ഫുഡാണ് കേട്ടോ അത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് റെസിപ്പീസ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ മുന്നേ ഈ മുതിര വെച്ചിട്ട് ഞാനൊരു കഞ്ഞിയുടെ റെസിപ്പി ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ ചാനലിലുണ്ട്, കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കാം കേട്ടോ. പിന്നെ ഇതുപോലെ തന്നെ നമുക്ക് ആവശ്യം ചെനക്കടല ഉണ്ട്, വെള്ളക്കടല. ഇത് നമുക്ക് നല്ലൊരു ഹെൽപ്പ് ചെയ്യുന്നൊരു സംഭവം നമ്മുടെ വെയിറ്റ് ലോസിന്. ഇത് വെച്ചിട്ട് നമുക്ക് സാലഡ്സ് വരെ തയ്യാറാക്കാൻ പറ്റും കേട്ടോ. നല്ല ടേസ്റ്റാണ് പിന്നെ എന്തെന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വിശപ്പൊന്നും വരില്ല. ഇത് ഈ പയറുവർഗ്ഗങ്ങൾ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുമ്പോൾ നമുക്ക് പെട്ടെന്ന് വിശക്കാതിരിക്കാൻ വളരെ സഹായിക്കുന്ന ഒരു സംഭവം കൂടിയാണ് കേട്ടോ. പിന്നെ ഞാനെടുത്തത് വൻപയറാണ്. ഈ വൻപയറും നമ്മളുടെ വെയിറ്റ് ലോസിന് ഒരുപാട് സഹായിക്കുന്ന ഒരു സംഭവം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് റെസിപ്പീസുകൾ നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ ഇനിയുള്ള വീഡിയോസിൽ നമ്മൾ റെസിപ്പീസും നമ്മളുടെ വെയിറ്റ് ലോസും ചാലഞ്ചുകളും ഒക്കെ ആയിട്ട് നമുക്ക് മുമ്പോട്ട് പോകാനാണ് തീരുമാനം. അപ്പോൾ ഇനി നമ്മൾ ഗ്രീൻ പീസാണ് എടുത്തിട്ടുള്ളത്. ഇതും നമുക്ക് വെയിറ്റ് ലോസിന് വളരെ യൂസ്ഫുള്ളാകുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇത്തരം പയറുവർഗ്ഗങ്ങളാണ് നമ്മൾ എടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ റാഗിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം ഞാൻ വിട്ടുപോയതെന്ന് വെച്ചാൽ ഓട്സ് ഞാൻ ആക്ച്വലി മറന്നു പോയതാണ്. ഈ ഓട്സും നമ്മളുടെ ഈ ഒരു വെയിറ്റ് ലോസിൽ നമ്മൾ മസ്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു സംഭവം കൂടിയാണ് കേട്ടോ. അപ്പോൾ അതും നിങ്ങളുടെ ഡയറ്റിൽ മസ്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോൾ ഈ ഓട്സ് വെച്ചിട്ട് നമുക്ക് ഒരുപാട് റെസിപ്പീസ് നമുക്ക് ചെയ്യാൻ പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സംഭവങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ നമ്മൾക്ക് വളരെ എഫക്റ്റീവ് ആകുന്ന വെജിറ്റബിൾസ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഇത് ചിരങ്ങ എന്നാണ് നമ്മളിവിടെ പറയുക, ബോട്ടിൽ ഗാർഡ് എന്നാണ് ഇതിൻ്റെ ഇംഗ്ലീഷ് വേർഡ്. അപ്പോൾ ഇത് വെയിറ്റ് ലോസിന്, അതായത് ഇതിൽ വാട്ടർ കണ്ടൻറ്റ് കൂടുതലായതുകൊണ്ട് തന്നെ നമുക്ക് വെയിറ്റ് ലോസിന് നമുക്ക് സഹായിക്കുന്ന നല്ല അടിപൊളി ഒരു വെജിറ്റബിളാണിത്. ഇത് നമുക്ക് ചോറ് കഴിക്കണ സമയത്ത് നമുക്കിതൊരു താളിപ്പായിട്ട്, അതായത് ജസ്റ്റ് ഞാൻ റെസിപ്പീസൊക്കെ ഷെയർ ചെയ്യാം. അപ്പോൾ അത് നമുക്ക് അത് വെച്ചിട്ട് മുമ്പോട്ട് പോകാം. പിന്നെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നൊരു വെജിറ്റബിളാണ് കുമ്പളങ്ങ നമുക്ക് വളരെ നല്ലതാണ് നമ്മളെ വെയിറ്റ് ലോസിൽ, അതായത് നമ്മളെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് വളരെ യൂസ്ഫുള്ളായിട്ടൊരു സംഭവമാണ്. പിന്നെ നമുക്ക് ക്യാരറ്റ്, കുക്കുംബർ മസ്റ്റാണ് കേട്ടോ. കുക്കുംബർ കാരണം നമ്മളെ വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന സംഭവമാണ്. നമ്മൾ ഫുഡ് കഴിക്കണതിൻ്റെ, അതായത് നമ്മളിപ്പോൾ എന്ത് കഴിക്കുകയാണെങ്കിലും ആദ്യം നമ്മൾ കുറച്ച് സാലഡ്സ് കഴിച്ചിട്ട് പിന്നെ ചോറാണെങ്കിൽ ചോറ്, അല്ലെങ്കിൽ ബാക്കി പലഹാരം എന്താണെന്ന് വെച്ചാൽ അത് കഴിക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് നമ്മളെ വയറ് നല്ല ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ പെട്ടെന്ന്
വിശക്ക് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ മസ്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്ന സംഭവമാണ് എഗ്ഗ് നമ്മളുടെ ഡയറ്റിൽ വെയിറ്റ് ലോസിന് വളരെ എഫക്റ്റീവായിട്ടുള്ള അടിപൊളി സംഭവമാണ്. അപ്പോൾ അത് മസ്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കട്ടോ. അപ്പോൾ ഈ എഗ്ഗ് വെച്ചിട്ട് തന്നെ നമുക്ക് ഒരുപാട് റെസിപ്പീസ്, അതായത് വ്യത്യസ്തങ്ങളായ റെസിപ്പീസ് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ എഗ്ഗ് കഴിക്കുമ്പോൾ വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത്, അതായത് പൊതുവേ നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ബ്ലോട്ടിങ് കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫൈബർ കണ്ടൻറ്റ് മസ്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നമുക്ക് കേടാണ് വേണ്ടത്. അപ്പോൾ ഇത് സെറ്റ് കേട് കിട്ടുകയാണെങ്കിൽ, അതായത് സെറ്റ് കേട് കിട്ടുകയാണെങ്കിൽ അത് നല്ലതാണ്. ഒരു അധികം പുളിപ്പില്ലാത്ത തൈര് വെച്ചിട്ട് നമ്മൾ ഒരുപാട് റെസിപ്പീസ് നമുക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതായിരിക്കും ബെസ്റ്റ്. പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ബ്ലോട്ടിങ്ങിൻ്റെ കാര്യം. അപ്പോൾ നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബ്ലോട്ടിങ് കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ രാവിലെ നമ്മൾ തലേദിവസം രാത്രി കുറച്ച് ഉണക്കമുന്തിരി വെള്ളത്തിൽ കുതിർത്തിട്ട് നമുക്ക് രാവിലെ കഴിക്കാവുന്നതാണ് കേട്ടോ. അത് നല്ലതാണ് നമുക്ക് കഴിക്കാനും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് മധുരം കഴിക്കാനും വല്ല ക്രേവിങ്സ് അങ്ങനെ എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ ഇതിൽ നിന്ന് 2 പീസ് നമുക്ക് വായയിലിട്ട് കഴിഞ്ഞാൽ ആ മധുരത്തിനോടുള്ള ആ കുറച്ച് ദിവസം നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ നമ്മൾ യൂസ്ഡ് ആയി കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങനെ ഓട്ടോമാറ്റിക്കലി അങ്ങനെ ആ ഒരു ഫ്ലോയിൽ അങ്ങോട്ട് പോകും. പിന്നെ നമുക്ക് ബദാം, ആൽമണ്ട്സ് കയ്യിലുണ്ടെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യുക. ഞാൻ എന്നും ഉപയോഗിക്കാറില്ല. എൻ്റെ കയ്യിലുള്ളപ്പോൾ ഞാൻ ഉപയോഗിക്കും, ഇല്ലെങ്കിൽ അത് ഞങ്ങളുടെ വീടും ചെയ്യും. അപ്പോൾ അത് ഇല്ലാച്ചിട്ട് വല്ലാതെ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. പിന്നെ കയ്യിലുണ്ടെങ്കിൽ അത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ സ്കിന്നിന് നല്ലതാണ് ആൽമണ്ട്സ്. അത് നമ്മളുടെ വെയിറ്റ് ലോസിൻ്റെ സമയത്ത് ഈ ആൽമണ്ട്സ് നമ്മളെ വളരെ നല്ല രീതിയിൽ നമുക്ക് എന്താ പറയുക, സ്കിന്നിന് യൂസ്ഫുൾ ആകുന്നതാണ് പറയുന്നത്. പിന്നെ അതുപോലെ ചിയാ സീഡ് മസ്റ്റായിട്ട് നമ്മളെ വെയിറ്റ് ലോസിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. വളരെ യൂസ്ഫുള്ളായിട്ട് ഒരു സംഭവമാണ്. രാവിലെ നമുക്ക് ഒരു മോർണിംഗ് ഡ്രിങ്ക് ആയിട്ട് കുടിക്കാൻ പറ്റുന്ന അടിപൊളി റെസിപ്പിയാണ്. പിന്നെ നമ്മൾ സ്മൂത്തികൾ തയ്യാറാക്കുമ്പോൾ, അതുപോലെ ഒരു ഫ്രൂട്ട് ബൗൾ സെറ്റ് ചെയ്യുമ്പോൾ, നമുക്ക് ക്രേവിങ്സ് ഒക്കെ തോന്നിയിട്ട് വല്ല ഫ്രൂട്ട് ബൗൾ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ചിയാ സീഡ് വെച്ചിട്ടുള്ള പുഡിങ്സ് നമുക്ക് ഒരുപാട് റെസിപ്പികളുണ്ട്. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ വീഡിയോയിൽ ഇനി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പിന്നെ നമുക്ക് പംകിൻ സീഡ്, ഇത് നമുക്ക് ഡൈജഷനും ബാക്കി നമ്മുടെ വെയിറ്റ് ലോസിനും വേണ്ടിയിട്ടും ഒരുപാട് യൂസ്ഫുൾ ആകുന്ന ഒരു സീഡാണ് ഈ പംകിൻ സീഡ്. അപ്പോൾ ഇത് കയ്യിലുണ്ടെങ്കിൽ ഈ പംകിൻ സീഡിനൊന്നും അധികം റേറ്റ് ഇല്ല. അപ്പോൾ അതൊക്കെ നമ്മളെ ബഡ്ജറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ അത് എന്നും കഴിക്കണമെന്നില്ല, നമുക്ക് കയ്യിലുള്ളപ്പോൾ നമുക്ക് വാങ്ങിക്കുക, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ഫ്ലാക്സ് സീഡ് മസ്റ്റായിട്ട് ഫ്ലാക്സ് സീഡും ചിയാ സീഡും ഫസ്റ്റ് കുറച്ച്, അതായത് ഒരു 2 മാസം നമ്മളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. അത് വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ ഞാനിത് പൗഡറാക്കിയിട്ട് എടുത്തതാണ്. അപ്പോൾ ഇത് ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ ഇത് എങ്ങനെ ചെയ്യണം എന്നുള്ള വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മോർണിംഗ് ഡ്രിങ്ക് ആയിട്ട് യൂസ് ചെയ്യാം. ഈ ഫ്ലാക്സ് സീഡിൻ്റെ പൗഡർ അത് നല്ല യൂസ്ഫുള്ളായിട്ടുള്ളതാണ്. അപ്പോൾ ഇനി നിങ്ങൾ പറയുക, നമുക്ക് ചോറ് കഴിച്ചുകൊണ്ടുള്ള ഡയറ്റ് വേണോ അതോ ചോറ് ഒഴിവാക്കിയിട്ടുള്ള ഡയറ്റ് വേണോ, എങ്ങനത്തെ ഡയറ്റാണ് ഈ ഗ്രോസറീസ് വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്ന റെസിപ്പികളും പിന്നെ മോർണിംഗ് ടു ഈവനിങ് വരെ എന്താ കഴിക്കണം എന്നൊക്കെ നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.